ഞാനിങ്ങനെ മ്യൂസിക്കും ഒക്കെ കേട്ട് ചുമ്മാ സ്ക്രിപ്റ്റും വായിച്ച് തീം മ്യൂസിക് കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷ്വൽ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ മൊമെന്റ് ഞാൻ ശരിക്കും കരഞ്ഞു, കണ്ണ് കറഞ്ഞു. 12th മാൻ ഒരു റൂമിൽ ഇരുന്ന് ചെയ്യുന്നു. പിന്നെ മോൻ്റെ കയ്യിലാണ്, ഇങ്ങനെ റൂമിലാണ്. ഞാൻ പറഞ്ഞാൽ ഇതും മോൻ്റെ പ്രസൻറ്റേഷനിലോട്ട് സിനിമ നിൽക്കുന്നത് എനിക്കറിയാം. ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇതൊരു പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണ്, അടിപൊളിയായിരിക്കും, ഒരു തകർന്ന പോലീസ് സ്റ്റേഷൻ നന്നാക്കുന്നത് ഇങ്ങനെ വന്നു. ഭയങ്കര അതിൻ്റെ ഒരു സാധ്യത വന്നപ്പം ഞാൻ അവിടുന്ന് ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, ഞങ്ങളെ കളി ജയിച്ചു. കോടികൾ കയറും തോറും പലരുടെയും റെമ്യൂണറേഷൻസ് മാറും. ഇത്രയും ബിസിനസ് അത് കണ്ട് ഒത്തിരി പേര് വന്ന് അപകടത്തിലും പെടുന്നുണ്ട്. ജിത്തു ജോസഫ് മമ്മൂട്ടി പടം എന്തുകൊണ്ടുണ്ടാവാതെ? ശ്രീ ജിത്തു ജോസഫ്, താങ്കൾ മോഹൻലാൽ കൂട്ടുകെട്ടിൽ നേരും കൂടി വരികയാണ്, 5ാമത്തെ സിനിമ. അപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിലും ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൽ ഒരു ട്വിസ്റ്റും ഇല്ല, ഒരു സസ്പെൻസും ഇല്ല, അത് പ്രതീക്ഷിച്ച് വരരുത് എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വാർണിംഗ് കൊടുക്കലാണോ, അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണോ, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വേണ്ടിയാണോ? ദൃശ്യത്തിൽ ചെയ്ത പോലെ ഞെട്ടിക്കാനല്ല, ഞങ്ങൾ ഞെട്ടാതിരിക്കാനാണ്. കാരണം ആൾക്കാർ വന്ന് പോയിട്ട് അയ്യോ ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചെന്ന് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ ഞെട്ടാതിരിക്കാനായിട്ട്. ബേസിക്കലി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ദൃശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് തുടങ്ങിയതാണ് മെമ്മറീസ്. ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പടങ്ങളിലെല്ലാം എല്ലാം ത്രില്ലറാണ്, സസ്പെൻസ് ഉണ്ടാവും, ട്വിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ലാലേട്ടനെ ഞാനുമായിട്ട് ചെയ്ത ആ ഒരു കോമ്പിനേഷൻ, അതിനകത്ത് എന്താ പറയുക, ഇതുപോലത്തെ ഒരു ക്രൈം ബേസ്ഡ് സസ്പെൻസ് അങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമയാണല്ലോ. ഈ സിനിമ ഞാനും ലാലേട്ടനോട് വരുന്നു, ഇതിനകത്തൊരു ക്രൈം ഉണ്ടെന്നുള്ളത് മനസ്സിലായി, കോടതിയും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിനകത്തില്ല. കാരണം ഇത് ക്രൈം നടന്ന് കൾപ്രിറ്റിനെയും പിടിച്ചു കഴിഞ്ഞ് അതെടുത്ത് കോടതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ ലീഗൽ ബാറ്റിൽ കോടതിയിൽ എന്തെല്ലാം നടക്കാറുണ്ട്. ചിലപ്പോൾ ഇവൻ ശിക്ഷിക്കപ്പെടാതെ പോകാം. അപ്പോൾ അവൻ ശിക്ഷിക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ള ഇതിലേക്കുള്ള ഒരു ഇതാണ്, അതിൻ്റെ ഒരു ലീഗൽ ബാറ്റിലാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസിനുള്ള അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിനുള്ള സ്കോപ്പില്ല. പക്ഷേ എന്ന് കരുതി ഇതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല. അല്ലല്ല, ഇതിനകത്ത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കണ്ടിരുന്ന് പോകാൻ പറ്റുന്ന മുഹൂർത്തങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇമോഷൻസ് ഉണ്ട്, വിക്ടിമിൻ്റെ ഇമോഷൻ, വിക്ടിമിൻ്റെ ഫാമിലി, പ്രതിക്കുണ്ട് ഇമോഷൻ, പ്രതിയുടെ ഫാമിലിക്കുണ്ട് ഇമോഷൻ. പിന്നെ ഈ 2 ലോയേഴ്സ് അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വാശിയുടെ പുറത്ത് രണ്ടുപേരും ജയിക്കാനുള്ള വാശിയിൽ മത്സരിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന രണ്ടുപേർക്കും വരുന്ന സെറ്റ് ബാക്സും അതിൻ്റെ ഫ്രസ്ട്രേഷനും അങ്ങനത്തെ എല്ലാ ഇമോഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കോടതിയിലുള്ള ഈ വാദപ്രതിവാദങ്ങളും അത് ഇമോഷൻ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു പോകുന്ന ഒരു സിനിമ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 75% കോടതി തന്നെയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള അതിൻ്റെ ഒരു ചാലഞ്ച് എന്താ? കാരണം കോടതിക്കകത്ത് തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പം അധികം പോയാൽ എത്ര ഷോട്ട്സ് വെക്കാൻ പറ്റും നമ്മൾ ആലോചിക്കുമ്പം, അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഡയലോഗ് ഓറിയന്റഡ് ആണോ? ആണ്, ഓഫ് കോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ ഡയലോഗ് ഓറിയന്റഡ് ആയതുകൊണ്ട് അത് വിരസത ഉണ്ടാക്കണമെന്നില്ല. പഴയ ഒരു സിനിമയുണ്ട്, അത് എന്നെ മനസ്സിലാക്കി തന്ന ഒരു സിനിമയാണ് 12 Angry Men. മനസ്സിലായോ? അപ്പോൾ അത് സിനിമയിൽ ഇങ്ങനെ വിഷ്വൽ മാറ്റി ലൊക്കേഷൻ മാറ്റിക്കൊണ്ടിരുന്നാലേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എൻഗേജിങ് ആണെങ്കിൽ അവിടെ ഇരിക്കും, ഡയലോഗ് ഓറിയൻറ്റഡ് ആണെങ്കിലും ഇരിക്കും. അപ്പോൾ ബേസിക്കലി എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് ആ കോടതി ലാഗ് തീരെയില്ല എന്ന് നമ്മൾ പറയുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ചെറിയ ലാഗ് ഉണ്ടാവും. അത് എൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. ഞാൻ എല്ലാ സിനിമയിലും അത് അങ്ങനെയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു കുറേ നേരം വിരസത അനുഭവിക്കുന്ന രീതിയിലേക്ക് ഈ സിനിമ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആ രീതിയിലാണ് വർക്ക് ചെയ്ത് അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഇതുവരെ കണ്ടവരും പറയുന്നത്. അപ്പോൾ ഈ മേക്കർ എന്നുള്ള രീതിയിലേ അതിൻ്റെ ഒരു ചാലഞ്ച് എന്തായിരുന്നു? ഈ പറഞ്ഞ പോലെ ഷോർട്സ് എടുക്കുക എന്നൊക്കെ ഉള്ളത്, എങ്ങനെ വെക്കുക എന്നൊക്കെ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കോടതിക്കകത്ത് റൂമിനകത്ത് നിൽക്കുമ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നോ? അത് പേടിയൊന്നുമില്ല. അവിടെ ഷോർട്സ് അല്ലല്ലോ, അവിടെ അവരുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ള ജോലിയുള്ളൂ ക്യാമറയ്ക്ക്. അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് ഷോട്ട്സ് ട്രോളി ഇടേണ്ടതിട്ട് ട്രോളി ഇടും, ക്രെയിൻ ഇടേണ്ടടത്തിടും, അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ 4 ക്യാമറയിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഇപ്പോൾ സിദ്ദിഖേട്ടൻ്റെ അടുത്ത് ഒരു വലിയ സീനാണ് കൊടുക്കുമ്പോൾ ഇത് എവിടം വരെ പോകുന്നിരിക്കും, അവർ പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറയും. അപ്പോൾ അത് അത്രയും പോകുമ്പോൾ അതിനകത്ത് അവർ പെർഫോം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ റിയാക്ഷനും എടുത്താൽ പോകുന്നത് ലൈവായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആയിരുന്നു. ഇതിൻ്റെ കാസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ പ്രിയാമണിനെ കുറച്ച് നാളുകൾക്ക് ശേഷം കാണുകയാണ്. അതുപോലെ അനശ്വര ഇന്നത്തെ ഒരു യങ്സ്റ്റേഴ്സിനിടയിൽ ഭയങ്കര കാലിബറുള്ള ഒരു ആക്ട്രസ് കൂടിയാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനൊക്കെ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു?
ബേസിക്കലി നമ്മളാണല്ലോ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ അത് കണ്ടപ്പോൾ അതിനകത്ത് അല്ല നമുക്കത് ആ കോമ്പിനേഷൻസ് വന്നാൽ നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇവർ വിളിക്കുന്നത്. അനശ്വരേനെയൊക്കെ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്തതാണ്. സിദ്ദിഖേട്ടന്, പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടന്, ഇവരെല്ലാം നമ്മൾ ഈ ക്യാരക്ടർ ഇന്നയാൾക്ക് എന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് പോയത് തന്നെയാണ്. അപ്പോൾ പ്രിയാമണി ആണെങ്കിലും ഒരു ഫ്രഷ്നെസ് ഉണ്ട്, കുറേ നാൾ കൂടി ചെയ്യുന്നു, പുള്ളിക്കാരുടെ പേഴ്സണാലിറ്റി വേണം, അങ്ങനെയുള്ളൊരു ആക്ട്രസ് വേണം നമുക്കതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അതുകൊണ്ട് കാസ്റ്റിങ് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ചെയ്തത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് ആ സിനിമയ്ക്കും ഉണ്ട്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടൊരു വാവ് ഫാക്ടർ തോന്നിയ അങ്ങനത്തെ മൊമെന്റ്സ് ഒരുപാടുണ്ടോ ഈ സിനിമയിൽ? ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാമല്ല, 1-2 കാണും. പ്രത്യേകിച്ച് അതിനകത്തൊരു മൊമെൻ്റ് ഉണ്ട് ടുവേർഡ്സ് ക്ലൈമാക്സിൽ. അത് ഒരു ദൈവാനുഗ്രഹം പോലെ കിട്ടിയൊരു സാധനമാണ്. അത് ഒരു ഭയങ്കര ഒരു ഫീല് തരുന്നൊരു സാധനമുണ്ട്. അതൊക്കെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം പോലെ കിട്ടുന്നതാണ്. സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ സിനിമയെക്കുറിച്ചുള്ള അവരുടെ ആ സിനിമയെ ക്യാപ്ചറോ അല്ല അവരുടെ ഒരു കാഴ്ചപ്പാട് പോലെ ഇരിക്കും. ഇപ്പോൾ ഭയങ്കര ലാലേട്ടൻ മീശ വിരിച്ച് അടിക്കുന്ന ആക്ഷൻ സിനിമ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ ഈ സിനിമ ഇഷ്ടപ്പെടത്തേയില്ല. മനസ്സിലായോ? ഒരു ഇമോഷണൽ ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ സിനിമ ഇഷ്ടപ്പെടും. ഇപ്പം അത് പറയുമ്പോൾ ചോദിക്കാൻ തോന്നി, ഇപ്പം ദൃശ്യം ചെയ്യുമ്പം ആ ദൃശ്യത്തിലെ ഒരു ക്ലൈമാക്സ് ആണ് അതിൻ്റെ ഏറ്റവും ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം അല്ലേ? ആ ക്ലൈമാക്സ് മനസ്സിൽ വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അപ്പം ഒരു പക്ഷെ ഭയങ്കരമായ സന്തോഷമോ എന്തായിരിക്കും അപ്പോൾ തോന്നുക? ഞാൻ നേരെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കളിക്കുന്ന ഇടയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, അതൊരു ഭയങ്കര അഡ്രിനാലിൻ റഷായിരുന്നു. ഞാൻ ഈയിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പം മറ്റേ ഫാമിലിയായിട്ട് സംസാരിക്കുന്നു. അവർ വളരെ ആക്സിഡൻ്റലായിട്ട് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് അവർ നിൽക്കുന്നിടത്ത് എൻ്റെ താഴെയാണ് അവരെന്നെ കുഴിച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഫിനിഷ് ചെയ്ത് എഴുതി വെച്ചേക്കും. പക്ഷെ ചുമ്മാ എഴുതി വെച്ചു. പക്ഷേ ഞാൻ ഹാപ്പി അല്ലായിരുന്നു. എനിക്കത് ശരിയല്ല, ഇങ്ങനെയല്ല അത് വേണ്ടത്. അപ്പം ഞാൻ രാവിലെ ഇവിടെ എറണാകുളത്ത് വെച്ച് ഇങ്ങനെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ഇതുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു ഗെയിം ഞാനും എൻ്റെ പാർട്ണറും തോറ്റുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ നല്ലൊരു എന്താ പറയുക ഇതിൻ്റെ സ്കോറിൻ്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഓർത്ത് ഇതൊരു പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണ്, അടിപൊളിയായിരിക്കുമല്ലോ, ഒരു തകർന്ന പോലീസ് സ്റ്റേഷൻ നന്നാക്കുന്നത്. ഇങ്ങനെ വന്നു ഭയങ്കര അതിൻ്റെ ഒരു സാധ്യത വന്നപ്പം ഞാൻ അവിടുന്ന് ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, ഞങ്ങളെ കളി ജയിച്ചു. കാരണം നമുക്കുണ്ടായ ഒരു പിന്നെ അങ്ങോട്ടൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അല്ല എന്തോ രീതിയിലങ്ങ് നമ്മൾ ഭയങ്കര ഒരു എനർജി കയറിയിട്ട് ഭയങ്കര ഒരു കളിയായിരുന്നു. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ആ ഐഡിയ മനസ്സിലേക്ക് വന്നപ്പോൾ. അന്ന് തന്നെ അപ്പം തന്നെ കളി കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി അത് മാർക്ക് ചെയ്ത്. പിന്നെ അപ്പോഴാണ് ഈ അതിൻ്റെ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷനൊന്നുമില്ല. പിന്നെ അതിൻ്റെ പോലീസ് സ്റ്റേഷൻ ഫിക്സ് ചെയ്യുക, അങ്ങനെ കുറേ സ്ക്രിപ്റ്റിൽ പലയിടത്തായി കുറച്ച് പൊളിച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് ആ മൊമെന്റ് ആലോചിക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. ഇപ്പം നമ്മളൊരു ചെറിയ എന്തെങ്കിലും എഴുതാണെങ്കിൽ തന്നെ ഒരു കുഞ്ഞു സാധനം കിട്ടിയാൽ നമുക്ക് ഇത് ഫീൽ ചെയ്യല്ലോ. അതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞ നേരിലെ ഈ സ്ഥലം, ഈ പറഞ്ഞ പർട്ടിക്കുലർ ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മ്യൂസിക്കും ഒക്കെ കേട്ട് ചുമ്മാ സ്ക്രിപ്റ്റും വായിച്ച് തീം മ്യൂസിക് കേട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷ്വൽ മനസ്സിലേക്ക് വരുന്നത്. ആ മൊമെന്റ് ഞാൻ ശരിക്കും കരഞ്ഞു, കണ്ണ് കറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയുമ്പോൾ കണ്ണ് കറിയുന്നു, വൈഫിനോട് പറയുമ്പോൾ കണ്ണ് കറിയുന്നു. അപ്പോൾ ഓരോ തവണ എനിക്ക് സെയിം ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം വർക്ക്, അവരുടെ റിയാക്ഷനോടെ കണ്ടപ്പോൾ എനിക്ക് സാധനം വർക്കാവുന്നു മനസ്സിലാവുന്നു. എനിക്ക് എഴുത്തിൽ അങ്ങനെ കിട്ടുന്നൊരു പ്ലഷർ എന്ന് പറയുന്നത് അത് ഒന്നിനോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഈ അങ്ങനെ കിട്ടുന്നൊരു മൊമെന്റ് സ്ക്രീനിൽ പകർത്തുമ്പോഴും അതേ എക്സൈറ്റ്മെന്റ് നിൽക്കാറുണ്ടോ? അപ്പോൾ ഉള്ളൊരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് കാണുമ്പോൾ ആ ഷൂട്ടിംഗ് പ്രോസസ്സിലൊക്കെ ഉണ്ടാകുന്നത്? ഷൂട്ടിംഗ് പ്രോസസ്സിലും വരും. നമുക്കിപ്പം ചില സാധനങ്ങൾ ഇപ്പോൾ ദൃശ്യത്തിനകത്ത് നമ്മൾ അത് സ്ക്രിപ്റ്റിൽ വെരി ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ അല്ല പോലീസുകാരൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മകളുടെ ഒരു ടെൻഷനും മകളുടെ മുമ്പിലേക്ക് ഓടി വന്ന് നിൽക്കുന്നു. ഇത് എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ADസിന് എല്ലാവർക്കും ഇങ്ങനെ അതാ സിനിമയുടെ ഒരു സിംബോളിക്കൽ ഇതാണത്. അപ്പം ഇതാണ് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റിങ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ റെഫറൻസ് മ്യൂസിക് അല്ലെങ്കിൽ തീം മ്യൂസിക്സ് ഉണ്ടല്ലോ, ആ മ്യൂസിക് അങ്ങ് എടുത്ത് ഞങ്ങൾ ആ ലാപ്ടോപ്പിൽ തന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. അതുപോലെ ഇതെല്ലാം നേരിൻ്റെ ക്ലൈമാക്സിൻ്റെ ലാസ്റ്റ് ആ സീക്വൻസിൻ്റെ മ്യൂസിക് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒറിജിനൽ തീമാണ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ.
നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്തതിൻ്റെ ഷോർട്സ് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളുടെ തീമം കിട്ടു, എന്നിട്ട് അത് മ്യൂസിക് ഡയറക്ടറായിട്ട് ഇതാണ് ആ സാധനം കേട്ടോന്നു പുള്ളി അത് വൃത്തിയായിട്ട് അത് ചെയ്തു തന്നു. അന്നേരം തന്നെ നമ്മളത് കണ്ടു അതിന്റെ എൻഡിങ് എങ്ങനെയാന്നുള്ളത്. അതേ ഒരു എക്സൈറ്റ്മെന്റ് ആ പ്രോസസ് അത് ഷൂട്ട് ചെയ്ത് കാണുമ്പോഴും ഉണ്ടാവും അല്ലേ? അതുപോലെ ആക്ടേഴ്സിനോട് ബൗൺസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒക്കെ ഉണ്ടാവും. നീ ഇപ്പം ഈ സിനിമ നേരിലാവട്ടെ ദൃശ്യത്തിൽ ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യം ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ ഇപ്പം കുറച്ചുകൂടി നിങ്ങൾക്ക് ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി മനസ്സിലാകും, എന്താ ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാകുന്ന അങ്ങനെ ഒരു ഘട്ടം കൂടി എത്തിയിട്ടുണ്ടാകും. അപ്പം അതിലൊരു ഈസ് എന്താ ഇപ്പം? അത് തന്നെയാണ് നമുക്ക് പിന്നെ ഒരു ട്രസ്റ്റാണ് ലാൽ സാറിന് എന്നിൽ. എനിക്കിപ്പോൾ ലാൽ സാറിനെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് ഓൾറെഡി നമുക്കറിയാം. അപ്പം നമുക്ക് പറയുമ്പോൾ തന്നെ ഇപ്പം എൻ്റെ ഈ സിനിമ എനിക്കാണത് കൂടുതൽ. ഞാനത് പറയുമ്പോൾ സാറേ അതിങ്ങനെയാണ്, അല്ല മോനെ എന്നാലും ഞാൻ പറഞ്ഞില്ല അതിങ്ങനെ വരുമ്പോൾ വരും, ഓക്കെ, കാരണം അതൊരു വിശ്വാസമായി. ഇപ്പോൾ ലാൽ സാറിനാണേലും ഞാനത് പറയുമ്പോൾ അപ്പോൾ പുള്ളി അത് നോക്കിക്കോളും. ഇപ്പോൾ 12th മാൻ ഒരു റൂമിൽ ഇരുന്ന് ചെയ്യുന്നു, മോൻ്റെ കയ്യിലാണ് ഇങ്ങനെ റൂമിലാണ്, ഞാൻ പറഞ്ഞാൽ ഇതും മോനെ മോൻ്റെ പ്രസൻറ്റേഷനിലാവട്ടെ സിനിമ നിൽക്കുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഇപ്പോൾ ഇത് ഭയങ്കര കംഫർട്ട് സോണിലാണ് ഇപ്പോൾ അത് പോകുന്നത്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നു. പിന്നെ എവിടെയെങ്കിലും പുള്ളിക്ക് എവിടെയെങ്കിലും പ്രശ്നം തോന്നിയാൽ അതിങ്ങനെയാണെങ്കിലും ചോദിക്കുമ്പോൾ അതിന് പ്രോപ്പർ ആൻസർ കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ മോഹൻലാൽ എന്ന നടനിലെ ഒരു താരത്തേക്കാൾ ഉപരി അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നൊരു ഇമേജിന് വിട്ടിട്ട് മോഹൻലാൽ എന്നൊരു മനുഷ്യനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകളാണ് താങ്കളുടെ കൂടുതൽ. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യാസമുള്ളത് എനിക്ക് തോന്നുന്നു റാമായിരിക്കും അല്ലേ? റാമിനകത്ത് കുറച്ചുകൂടെ താരമാണ്. ഓക്കെ. എന്നാലും അങ്ങനെ ഒരു കൈൻഡ് ഓഫ് താരവും അല്ല, അതിനകത്തും ഇമോഷനും അല്ലാത്ത അയാൾ വേറെ ലെവലിലുള്ള ആളാണെങ്കിലും അയാളൊരു മനുഷ്യനായിട്ട് ഒരു മനുഷ്യന് പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ എന്നുള്ള രീതിയിലുള്ളൂ. അതിനും മുകളിലേക്ക് ഉള്ളൊരു പരിപാടിയല്ല, കുറച്ചുകൂടി അതിനും ഒരു റിയലിസ്റ്റിക് ടച്ച് കൊടുത്തിട്ടുണ്ട്. റാമിന്റെ അപ്ഡേറ്റ് എന്താ? അതിനിയും ഷൂട്ട് ചെയ്യാനുണ്ട് UK-ലും ട്യൂണീഷ്യയിലും. ഒരു 10-40 ദിവസത്തെ വർക്കുണ്ട് ഇനിയുണ്ടല്ലേ? അപ്പോൾ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അത് ശരിയാകുമ്പോൾ ഇവിടുത്തെ ആർട്ടിസ്റ്റ് ഡേറ്റ്സ് ശരിയാവില്ല, അങ്ങനെ ചെറിയ കോംപ്ലിക്കേഷൻ കിടക്കുക. അത് ഇപ്പോൾ ഒരു കഥ വരുമ്പം ഇപ്പം ഈ നേര് മനസ്സിലാലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒരു ത്രെഡ് കേൾക്കുമ്പോൾ തന്നെ മോഹൻലാൽ എന്നൊരു നടനായിരുന്നോ? അല്ല. ഇത് നമ്മൾ സ്ക്രീൻ പ്ലേ ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ ഒരു കഥ വന്നു, ഇത് ചെയ്തു, കഥയുടെ ഒരു ഫ്രെയിം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശാന്തിയായിട്ട് ഡിസ്കസ് ചെയ്തു എന്നോട്. അപ്പം എനിക്ക് ശാന്തിയാണ് ഞാനാണ് ആരോ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ലാൽ സാർ ഇപ്പോൾ ഒരു ലോയർ ഇത് ചെയ്തിട്ട് കുറേ നാളായില്ലേ, അപ്പം അതൊരു ഡിഫറൻസ് ആയിരിക്കുമല്ലോ ലാൽ സാറിനെ കൊണ്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഈ സബ്ജക്റ്റ് നമ്മൾ ഒരു തോട്ട് പറഞ്ഞപ്പം ആൻ്റണിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു, നമ്മൾ വർക്ക് ചെയ്തു. സാറിനെ സംബന്ധിച്ച് നേരിൻ്റെ ഒരു ത്രെഡ് മനസ്സിൽ വന്നപ്പോഴേ അതിൽ അട്രാക്ട് ചെയ്തൊരു ആദ്യത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതെനിക്കിപ്പോൾ പറയാൻ മേല. ഞാൻ ഒരു സെന്റൻസ് ആന്റണിയോട് പറഞ്ഞത്, അല്ലെങ്കിൽ 2 സെന്റൻസ്, അപ്പൊ തന്നെ ആന്റണി പറഞ്ഞു ഇത് കൊള്ളാതെ തന്നെ. ആ സാധനം തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. സാർ, ഈ എഴുത്തിന്റെ രീതി ഒന്ന് പറയാമോ? അതായത് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ സിനിമ ചെയ്യാൻ ആലോചിക്കുമ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ കിട്ടിയിട്ടാണോ എഴുതാതിരിക്കുക, അല്ലെങ്കിൽ എഴുതി വരുമ്പോൾ ഡെവലപ്ഡ് ആവുന്നതാണോ, എങ്ങനെയാത്? അല്ലിപ്പോൾ നേരെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു സാധനം അത് നമ്മളങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഓരോന്നും ഓരോ രീതിയിൽ. ഇപ്പം ഡിറ്റക്റ്റീവിന് ആ കൊലപാതക രീതി നമുക്ക് കിട്ടിയപ്പം അതിൽ നിന്ന് ഞാൻ റിവേഴ്സാണ് വർക്ക് ചെയ്തത്. മെമ്മറീസിൽ ഇങ്ങനെ ഒരു സീരിയൽ കില്ലറിൻ്റെ ഒരു തോട്ട് അത് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു. ഓരോന്നും ഓരോ രീതിയിലാണ്. ദൃശ്യമൊക്കെ ഒത്തിരി നാളുകൊണ്ട് അതിൻ്റെ ബേസിക് തോട്ട് ആദ്യം അത് കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആലോചിച്ചത്. അവിടെ നിന്നൊക്കെ അതിങ്ങനെ മാറി വന്നാൽ, പക്ഷെ അന്ന് സിനിമയെ പോലും ഞാൻ വന്നിട്ടില്ല. എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ നടന്നിട്ടുള്ളൂ. എഴുത്തിന് ഒരുപാട് സമയം എടുക്കുമോ? മടിയുണ്ട് നല്ല. ഞാൻ ബേസിക്കലി ഇപ്പം വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കും, എന്നിട്ട് അതിൻ്റെ പേരിൽ വീട്ടിൽ മെക്കിട്ട് കയറുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. ഇപ്പം പണ്ട് നാട്ടിലൊക്കെ ആയിരുന്നപ്പം എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാനായിട്ട് പോകാൻ പറയുമ്പോഴത്തേക്കും ഞാൻ പറയും എൻ്റെ മൂഡ് പോയി, ഞാൻ ഇനി എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. മടിയാണ് എഴുതാനായിട്ട്. പിന്നെ അങ്ങ് ഇരുന്നാൽ ചിലപ്പോൾ അങ്ങ് ഇരിക്കും. ഇപ്പം ഞാൻ കുറേ നാളായി ഒന്ന് എഴുതിയിട്ട്. അത് കാരണം എനിക്കറിയില്ല ഇനി എങ്ങനെ തുടങ്ങുമ്പോൾ എന്ത് മടിയായിരിക്കും എന്നുള്ള ഒരു പിടിയില്ല. പിന്നെ അല്ല വേറെ റൈറ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ സൂചിച്ചിങ്ങനെ നടക്കുക. കാരണം ഒരാൾ എഴുതിയതിനകത്ത് കറക്ഷൻസ് ചെയ്ത് അതെനിക്ക് ഓക്കെയാണ്. മറിച്ചൊരു ഫുൾ സീൻ ഇങ്ങനെ അങ്ങ് വെരി ബിഗിനിങ്ങിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര മടിയപ്പോൾ. പേപ്പറിലാണോ എഴുതുക? ടൈപ്പ് ചെയ്യല്ല ചെയ്യാം. എപ്പോഴും പറ്റത്തില്ല. ഇപ്പൊ ദൃശ്യം 1.5 മാസം കൊണ്ട് എഴുതിയെന്ന് പറഞ്ഞല്ലോ,
എനിക്ക് സാറിനുള്ള ഏറ്റവും ഇഷ്ടമുള്ള സിനിമ മെമ്മറീസാണ്. അതിന്റെ ഒരു റൈറ്റിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? അതൊക്കെ ഞാൻ എപ്പോഴോ ഇരുന്ന് അത് ഞാൻ ഓർക്കുന്നില്ല. ഒറ്റ 2 ഫുൾ സ്ക്രിപ്റ്റ് അല്ല. എപ്പോഴായിട്ട് ഇടയ്ക്ക് ചില ദിവസം ഒരു വാക്ക് പോലും എഴുതാൻ പറ്റത്തില്ല. ഓക്കെ. ചില ദിവസം ഒരു 2 സീൻ എഴുതിയെന്ന് വരും. മെമ്മറീസൊക്കെ എങ്ങനെ എഴുതി തീർത്തതെന്ന് എനിക്കല്ല. ആ സമയത്ത് ഞാൻ മമ്മിയാൻമിക്ക് അടക്കുമ്പോൾ എൻ്റെ 2 സ്ക്രിപ്റ്റാണ്, മമ്മിയാൻമിയുടെയും മെമ്മറീസ്, 2 ബൗണ്ട് സ്ക്രിപ്റ്റാണ്. ഇപ്പം ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ദൃശ്യം തന്നെയായിരിക്കും. ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ദൃശ്യം എപ്പോഴെങ്കിലും ദൃശ്യം അത്രയും ഒരു വലിയ സിനിമ ആയതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലും തരത്തിലുള്ളൊരു എന്തെങ്കിലും ഇതിലൊരു ബ്ലോക്ക് ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ അതൊരു ബാധ്യതയാകുന്ന ഒരു സിറ്റുവേഷൻ? ഡെഫിനറ്റ്ലി അതൊരു ബാധ്യതയാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആൻഡ് എ കേഴ്സ് എന്ന് ഞാൻ പറയും. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ആസ് എ ഫിലിം മേക്കർ എന്നെ വേറൊരു ഹൈറ്റ്സിലേക്ക് എത്തിച്ചു. ഓക്കെ. കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ ആ ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ എല്ലാ സിനിമയും കണക്ട് ചെയ്യുന്നത്. ഞാനൊരു ദൃശ്യം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേറെ സിനിമ പറഞ്ഞ ദൃശ്യം പോലെ ആയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സ്വാഭാവികമായിട്ടും ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അതിനെ നമ്മൾ അങ്ങനെ എടുത്താൽ മതി. ഇതൊരു ഉത്തരവാദിത്വമാണ്, ഇതൊരു ചലഞ്ചാണ്. അങ്ങനെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ. ലൈഫ് ഫുൾ നമ്മൾ ഫൈറ്റിങ്ങിലല്ലേ. അപ്പോൾ അത് അതിൻ്റെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അതല്ല. ഇപ്പോൾ ഒരു പുതിയൊരു സിനിമ ആലോചിക്കുമ്പം അതൊരു ടെൻഷനായി നിൽക്കാറുണ്ടോ? അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. ഞാനൊരു കഥ ആലോചിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചാൽ ഞാൻ ചെയ്യും. ഞാനങ്ങനെ ഞാൻ എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത് ജയരാജ് സാറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പടേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇത്രയും തൻ്റെ ഉള്ള ഒരാൾ, എന്ത് പരീക്ഷണം നടത്തും, എന്ത് അഭ്യാസവും കാണിക്കും. പുള്ളിക്ക് ആ പേടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അത് കണ്ടാവും ഇത് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പിന്നെ വന്നൊരു ഒരെണ്ണം വർക്കൗട്ടായില്ല, വർക്കൗട്ടാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അയ്യേ എന്ന് പറയത്തക്ക രീതിയിൽ ഞാൻ ഒരു സിനിമ ചെയ്തിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ആൾക്കാർ എന്ത് പറഞ്ഞാലും എൻ്റെ സിനിമകൾക്കെല്ലാം ഒരു ബേസിക് ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. മിനിമം ഗ്യാരണ്ടീഡ് ആണ്. മിനിമം ഗ്യാരണ്ടി അല്ല, ഒരു ബേസിക് ക്വാളിറ്റി ഉണ്ടെന്ന്. ഓക്കെ. ഞാൻ ഇപ്പം ലിസ്റ്റുകൾ നോക്കുമ്പോൾ കാണാത്ത പടം മിസ്റ്റർ ആൻഡ് മിസ് റൗഡി മാത്രമാണ്. അപ്പോൾ പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ പലർക്കും അത് വർക്കായില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ ഇപ്പോൾ റിവ്യൂ എന്നുള്ളത് ഭയങ്കര ചർച്ചയാണല്ലോ. പക്ഷെ അങ്ങനെ ആൾക്കാർ പറയുമ്പം ഒരു പെയിനാണോ അല്ലെങ്കിൽ ഒരു പേടിയാണോ സ്വയം തോന്നുന്നത്? എന്താ? ഒരു പേടിയൊന്നുമില്ല. കാരണം അത് വർക്കായില്ല. കാരണം വെച്ചാൽ അതിനകത്തെ ഹ്യൂമറും ഏരിയയൊക്കെ നല്ല വൈഫാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. ലിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് അത് ലിൻ്റെ അതൊരു ത്രില്ലർ ഫോമിൽ എഴുതാൻ വന്നപ്പോൾ നമുക്കൊരു ഹ്യൂമർ പിടിക്കാമെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കുറച്ച് പഴമയുണ്ടായിരുന്നു. മനസ്സിലായോ? പിന്നെ ഞാനിങ്ങനെ ഒരു കൊച്ചു സിനിമയൊന്നും ചെയ്തു ആരും പക്ഷേ അതൊരു പുതിയൊരു കേട്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു പുതിയ പയ്യനാണ് ചെയ്തെങ്കിൽ അവർക്ക് ഇത്രയും കുഴപ്പം വരില്ല. കാരണം ഞാൻ ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ കമൻസ് നോക്കി ചിലർ ചോദിക്കുന്നുണ്ട്, ഇതിന് ഇത്ര കുറ്റം പറയാൻ, വലിയ ഗംഭീര സിനിമയൊന്നുമല്ല പക്ഷേ രസമുണ്ട്, ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് ചിരിച്ചു എന്ന് എത്രയോ പേര് അതിൻ്റെ ഇടയിൽ എഴുതി. പക്ഷെ പഴമയുണ്ട്, സത്യം തന്നെയാണ്. അപ്പം അത് ഞങ്ങളുടെ ചില സ്ക്രിപ്റ്റിലെ ഡിസിഷൻസ് പാളിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു മോശം സിനിമയൊന്നുമല്ല. ഇപ്പം നേരിന് ശേഷം നുണക്കുഴിയാണ് ഇപ്പം ചെയ്തു തീർന്നു. അപ്പോൾ അത്തരത്തിൽ ഇപ്പം ചെറിയൊരു സാറിന് പറഞ്ഞില്ല, ഇപ്പോൾ തമാശ പോലൊരു തോട്ട്, അങ്ങനത്തെ തോട്ടുകൾ ഡെവലപ്പ് ചെയ്തൊരു സിനിമയൊക്കെ ചെറിയ സിനിമകൾ ചെയ്യുക അത് ഭയങ്കര താല്പര്യമുള്ളതാണ്. അതിനൊരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ആ ഒരു സ്പേസിലെത്തിയോ? സ്പേസിലെത്തിയോന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യണമെന്നുണ്ട്, കുറേ നാളായിട്ട് മനസ്സിൽ വെച്ച് നടക്കുന്നത്. പക്ഷെ എഴുതാനായിട്ട് അങ്ങ് പറ്റുന്നില്ല. ഈ പല ജോണേഴ്സ് പരീക്ഷിക്കുക എന്നുള്ളതാണ് താങ്കളുടെ USP ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ബോധപൂർവം തന്നെ ചെയ്യുന്നതാണോ? ഡെഫിനറ്റ്ലി. ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. ഞാൻ എല്ലാ തരത്തിലുള്ള കഥകൾ പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ദൃശ്യം ഇറങ്ങിയപ്പോൾ തന്നെ അത് ഇത്ര കോടി കടന്നു എന്ന് വാർത്തകൾ വന്നപ്പം സാറാ വിചാരിച്ചത് ഇനി മത്സരം ഇതിനാവരുത്, ഈ കോടികൾക്ക് വേണ്ടി ആവരുത്. പക്ഷെ അതിലേക്ക് എത്തിയില്ലേ ഇപ്പം സിനിമ? അത് അങ്ങനെയാണല്ലോ, അത് അങ്ങനെ ആക്കും. അത് കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ പലരെയും പല താല്പര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി ഇത് ചെയ്യും. കോടികൾ കയറും തോറും പലരുടെയും റെമ്യൂണറേഷൻസ് മാറും. ഇത്രയും ബിസിനസ് അത് കണ്ട് ഒത്തിരി പേര് വന്ന് അപകടത്തിലും പെടുന്നുണ്ട്. ഇതിനകത്ത് എല്ലാവരും ഒന്നും കറക്റ്റായിട്ടുള്ള ഫിഗേഴ്സ് അല്ല പറയുന്നത്. ഇതിനകത്ത് ഒത്തിരി എസ്കലേറ്റ് ചെയ്ത് പറയുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം അത് കേട്ട് സ്വാഭാവികമായിട്ട് ആ ഫിഗേഴ്സ് വരുമ്പോൾ നാളെ വേറൊരു പ്രൊഡക്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാം പറയും, അത് ആ പടം എത്ര ഓടി ഇതാണ്, ഇത്ര കറക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത്ര വേണം എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു കളികളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഇതിനാവും കളക്ഷൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാരെ മീൻസ് എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് സിനിമ അത് ചിലപ്പം ഓടി, അപ്പോൾ ആ പാറ്റേണിൽ തന്നെ ആ പാറ്റേണിൽ തന്നെ ആ കൈൻഡ് ഓഫ് സിനിമ തന്നെ വീണ്ടും ചെയ്ത്
ചിലപ്പോൾ ക്വാളിറ്റി എന്നുള്ളത് അതെന്ത് ചെയ്തു അതുപോലെയൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഒരു ഡിഫറെൻറ്റ് കഥ എടുക്കാനോ ഡിഫറെൻറ്റ് എല്ലാവരും അല്ല, കുറേ ആൾക്കാർ. ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. ഈ ഇപ്പോൾ ഈ 2023 ഒരുപാട് നല്ല സിനിമകൾ വന്നു. അതിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒത്തിരി ആസ്വദിച്ച സിനിമ ഏതായിരിക്കും? കുറേ സിനിമകളുണ്ട്. ഇപ്പം 2018 ഫാലിമി, പെട്ടെന്ന് പേര് കിട്ടുന്ന അതൊക്കെയാണ് ഞാൻ ഈ അടുത്ത് കണ്ടത്. കാതൽ, പിന്നെ അങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. നല്ല ഇപ്പം ഒരു സന്തോഷമാണ് വെച്ചാൽ അങ്ങനത്തെ കുറേ നല്ല സിനിമകൾ ഇപ്പം വരുന്നുണ്ട്. ചെറിയ പടങ്ങളും വന്ന് രോമാഞ്ചം, രോമാഞ്ചം അധികം വിട്ടുപോയതാ, രോമാഞ്ചം, അങ്ങനെയുള്ള കുറേ സിനിമകൾ വരുന്നുണ്ട്, നല്ലതാണ്. അതും എല്ലാം ഡിഫറെൻറ്റ് ഇതാണ്. ഇപ്പം 2018 ടോട്ടലി ഒരു സർവൈവൽ സ്റ്റോറി, രോമാഞ്ചം വന്നപ്പോൾ ഒരു ഹ്യൂമർ, ഫാലിമി ഒരു ഫീൽ ഗുഡ് പടം, കാതൽ ഒരു നല്ല സീരിയസ് ക്ലാസ് സിനിമ, അതും തിയേറ്ററിൽ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഫിലിം മേക്കേഴ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്, ഒരു പോസിറ്റീവ് ഇത്. അപ്പം മമ്മൂക്കയെ പോലെ ഒരാളത് ചെയ്തു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് അത് ഒത്തിരി പോസിറ്റീവ് ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ധൈര്യം കൂടി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ജിത്തു ജോസഫ് മമ്മൂട്ടി പടം എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തെ? 1-2 ആയിട്ട് ചെന്നതാണ്, നടന്നില്ല. ഇനിയിപ്പം ആലോചനയിലുണ്ട്. എല്ലാവരും ഈ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രമിക്കുന്നുണ്ട്, വർക്കൗട്ട് ആവണം. ചെന്ന് നടന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്ത പടങ്ങളെ കുറിച്ചാണ് പറയുന്നത്, റിലീസായ പടങ്ങൾ. ദൃശ്യത്തെ അത് ഞാൻ കേട്ടിരുന്നു. അതിനുശേഷം അതുകൂടാതെ മെമ്മറീസും ഞാൻ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തതാണ്. അതെയോ? ഇഷ്ടപ്പെട്ടില്ല? അന്നത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. ഓക്കെ. അതിനുശേഷം ചർച്ച ഉണ്ടായിട്ടില്ല? അല്ല, അദ്ദേഹത്തിന് ഞാനിപ്പം ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കഥ കൺവിൻസിങ് ആയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിന് കൺവിൻസിങ് ആയ ഒരു പടം ചെയ്യാനുള്ള രീതിയിൽ മനസ്സിൽ കഥകൾ, ഇപ്പം പറഞ്ഞില്ലേ കുറച്ച് കഥകൾ ആലോചിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ നേരെ തിയേറ്ററിൽ വലിയ ഹിറ്റ് ആവട്ടെ. ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്നാണ് സിനിമ പറയുന്നത്. അപ്പോൾ അതിൽ ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ആവേണ്ടത്. എനിക്കൊന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇപ്പോൾ സാറ് പറയുമ്പോൾ തന്നെ താഴെ കമന്റ് എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ദൃശ്യം ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ ഇതിൽ ട്വിസ്റ്റ് പ്രതീക്ഷിക്കരുത്. 2ന്റെ സമയത്ത് ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, ഒരു പേടി, ഇതെങ്ങനെയാവുക പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ അത്രയൊക്കെ വലിയ ട്വിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒരു ഇതിൽ എനിക്കൊരു ഇതാണ്, വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഒരു ഇത് ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ അത് കാരണം ഇപ്പം ആരും എന്നെ വിശ്വസിക്കാത്ത ഇതായി. പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ പറയും പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. 2020 ദൃശ്യം ഇറങ്ങിയിട്ട് 10 വർഷമായി അല്ലേ? 2013 ഇതേ മാസത്തിലായിരുന്നല്ലോ. നാളെയാണ് 19-നാണ്. ഓ, 19 ആകുമ്പോൾ 10 വർഷമാകും. ഓക്കെ, അപ്പോഴാണ് നേര്. ഇപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പം ദൃശ്യം മോഡൽ കൊല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേസമയം തന്നെ ഇപ്പം തന്നെ രഞ്ജിത്ത് പറഞ്ഞ കാര്യമുണ്ട്, സിനിമ പ്രേക്ഷകനെ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല, മണ്ടന്മാരെ സ്വാധീനിക്കുന്നു പറയുള്ളൂ എന്ന്. പക്ഷേ സാറിന് തോന്നുന്നുണ്ടോ അങ്ങനെ സ്വാധീനിക്കാത്തൊരു കലയാണ് സിനിമ എന്ന്? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചില സിഗരറ്റ് വലിക്കുന്ന ഇതിങ്ങനെ കാണുമ്പോൾ അത് വലിക്കാൻ തോന്നുന്നു, അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്വാധീനിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ദൃശ്യം കണ്ടിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ വന്നപ്പോൾ അങ്ങനെ വാർത്തകളൊക്കെ വരുമ്പം അതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? വിഷമമൊന്നുമില്ല, എന്ത് വിഷമം തന്നെ. കാരണം അതുകൊണ്ട് മാത്രം ദൃശ്യം കണ്ടിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വേണം ബോംബെയിലോ ഗുജറാത്തിലോ നടന്നൊരു സംഭവം. ബാക്കിയെല്ലാം ഇവിടെ പിടിച്ചു കഴിഞ്ഞപ്പം ദൃശ്യം മോഡലാന്ന് പറഞ്ഞതാണ് ബാക്കിയെല്ലാം. പിന്നെ കൊലപാതകം ചെയ്തിട്ട് ആരെങ്കിലും ഉടനെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്ര പേര് എല്ലാവരും മൂടി വയ്ക്കത്തേ ഉള്ളൂ. ബേസിക്കലി ഒരു മർഡർ കവറപ്പാണ്, അതാണ് ദൃശ്യം. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ ചിലയിടത്തൊക്കെ 1-2 കേസിലാണ്ട് കുഴിച്ചിട്ടെടുത്ത് പോകുന്ന കെട്ടിടം പണിയോ അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പെട്ടെന്ന് ദൃശ്യം, അത് ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പ് നടന്ന കൊലപാതകമാണ്. മനസ്സിലായി, അത് കണ്ടുപിടിക്കുന്ന ലേറ്റ് ആയിട്ടാണ്. ഈ നേരിന് ശേഷം നുണക്കുഴി ഷൂട്ട് കഴിഞ്ഞു, അതിനുശേഷം എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് പ്രൊജക്ട്സുകളുണ്ട്, അതിൻ്റെ ഒരു ലൈനപ്പ് എങ്ങനെയാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല. റാമടക്കം ഉണ്ട്, പക്ഷെ അതുകൊണ്ട് എങ്ങനെയാണ് അതാണ് ഒന്നും ഒരു വ്യക്തതയായിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പം താങ്ക് യു സർ, നേര് ഹിറ്റ് ആവട്ടെ. Thank you so much. Thank you so much.